എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജ പറയുന്നത് കേട്ട് ദേഷ്യം വന്ന ഗംഗാധരൻ വൈജയുടെ കരണം തീർത്തൊരെണ്ണം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മിണ്ടി പോകരുത്, നല്ല പ്രായത്തിൽ കൂത്താടി നടന്നിട്ട് അവൾ ഇപ്പം സദാചാര പ്രസംഗം നടത്തുന്നു. ബാലേന്ദ്രനെ കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിൻ്റെ ആഗ്രഹ കഥകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ നിന്നെ കൊണ്ട് മീനച്ചാറ്റിലെറിയും എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും വൈജയന്തിക്ക് ആകെ വിഷമാകുന്നുണ്ട്. മക്കളുടെ മുമ്പ് വെച്ച് തല്ലി കിട്ടിയത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വിഷമത്തിൽ പിള്ളേരുടെ മുഖത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് നോക്കുന്ന പോലുമില്ല. അന്നേരം ഇതൂടെ വിളിച്ചു പറയുമ്പോഴത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഇങ്ങനെ തകർന്ന് ഇങ്ങനെ നിൽക്കുവാണ്, തലയൊന്ന് ഉയർത്താൻ പോലും പറ്റാതെ. അന്നേക്കും മാലതി വന്നിട്ട്, എന്താ ഗംഗാധരേട്ടാ ഈ കാണിക്കുന്നത്? പിള്ളേർ നോക്കി നിൽക്കുകയെന്ന് പറയുമ്പം, കേൾക്കട്ടെ, ഇവളോട് എത്ര പ്രാവശ്യം മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു അടങ്ങി നിൽക്കുന്ന, എന്നിട്ട് അവൾ കേട്ടില്ലല്ലോ, ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങോട്ട് പോകുന്നു. ഇതെന്താണ് സംഭവം എന്നറിയാതെ ഇങ്ങനെ മക്കളിങ്ങനെ അന്തിച്ച് നിൽക്കുവാട്ടോ 3 പേരും. ഈ സമയം എല്ലാം ആകെ നാണം കെട്ട് തലയൊന്ന് ഉയർത്താൻ പോലും പേടിയാകുന്നത് പോലെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് വൈജയന്തി. മാലതിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി എന്നിട്ട് മാലതിയും അപ്പുറത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ പിള്ളേർക്ക് ഇത് മനസ്സിലാകാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ അന്തിച്ച് നിൽക്കുമായിരിക്കും. ആ സീക്രട്ട് എന്താണെന്നായിരിക്കും പിള്ളേരുടെ മനസ്സിലൂടെ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീനയുടെ അടുത്ത് ചെന്നിട്ട് ഗംഗാധരനും മാലതി ഇങ്ങനെ പറയുവാണ്, വൈജയന്തി നിന്നെ തല്ലിയ കാര്യം ഞങ്ങൾ അറിഞ്ഞു, നീ വിഷമിക്കേണ്ട എന്ന് പറയുക. അന്നേരം അലീന വിഷമത്തോടെ പറയുന്നുണ്ട്, സങ്കടത്തിൽ പറയുന്നുണ്ട്, സാരമില്ല എന്ന്. അന്നേരം ഗംഗാധരൻ പറയുവാണ്, നിന്റെ സഹനശക്തി സമ്മതിച്ച് തന്നേ പറ്റുള്ളൂ, ഇതെല്ലാം സഹിച്ച് നീ ആയതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ടേ ഇത് ഇട്ടിട്ട് ഇവിടുന്ന് പോയേനെ എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, നീ ഏതായാലും ഇവിടുന്ന് പോകരുത്, നീ ഇവിടെ തന്നെ നിൽക്കണം, നീ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നശിച്ചു പോകുമെന്ന്. അന്നേരം അലീന ചോദിക്കും, ഞാനിവിടെ നിൽക്കണോ, പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും നീ ചെയ്യരുത്, നീ ഇവിടെ തന്നെ കാണണം, ബാലചന്ദ്രൻ ഇപ്പോൾ വീണ് കിടക്കുവാണ്, അയാൾക്ക് ഇപ്പോൾ ഉള്ള ഏക പിടിവള്ളി നീയാണ്, നീയും കൂടി ഈ കുടുംബത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഈ കുടുംബം മൊത്തത്തിൽ നശിപ്പിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ സാറ് സ്വന്തം കുടുംബം അങ്ങനെ നശിപ്പിക്കുമോ എന്ന്. അന്നേരം ഗംഗാധരൻ പറയും, നശിപ്പിക്കും, ആ ഒരു അവസ്ഥയിലാണ് അയാളിപ്പം ജീവിക്കുന്നത്. പിന്നെ നീ വിശ്വസ്തയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു കാര്യം പറയാം, വൈജയന്തിയെക്കുറിച്ച് എന്തോ ഒരു സംശയം ബാലേന്ദ്രൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കും, എന്ത് സംശയമാണ് എന്ന്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തി ബാലേന്ദ്രനെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ളൊരു സംശയമാണ്. അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പതിയെ ഒന്ന് തണുത്തൊന്ന് നേരെ ആവണം ബാലേന്ദ്രൻ്റെ മനസ്സ്, അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതുകൊണ്ട് നീ ഈ കുടുംബത്തിൽ തന്നെ കാണണം, നിന്നെ ഞങ്ങൾ ഒരു വേലക്കാരിയായിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നുമല്ല കാണുന്നത്, ബാലേന്ദ്രൻ്റെയും വൈജയുടെയും മൂത്ത മകളായിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും അലീന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയത്തില്ല അലീനയ്ക്ക്. അത് കഴിഞ്ഞ് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ഉണ്ടാവണം ഇവിടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും നിനക്ക് എന്നെ വിളിച്ച് പറയാം, അമ്മയുടെ ഫോൺ നമ്പർ എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തോളാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കുടുംബം മൊത്തം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും നിനക്ക് ഞങ്ങൾ തരുന്ന പ്രാധാന്യം എന്താണ് എന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നീ ആ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മാലതി പറയുവാണ്, ഈ കുടുംബം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നീ ഇവിടെ വേണം, അതിൻ്റെ പേരിൽ നിനക്ക് കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും നീ ഈ കുടുംബം ഇട്ടെറിഞ്ഞിട്ട് പോകരുത്, നശിച്ചു പോയി കുടുംബം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയാവുന്ന രീതിയിലൊക്കെ അവർ അലീനയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനയ്ക്ക് പകുതി മനസ്സിലായി പകുതി മനസ്സിലായില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഏതായാലും അലീനയുടെ ഈ വിഷമമൊക്കെ കാണുമ്പോഴേക്കും മാലതി അടുത്തോട്ട് വന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അലീനെ. എന്നിട്ട് ആശ്വസിപ്പിക്കും, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഗംഗാധരനും. പിന്നീട് അവർ ബാലേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. ബാലേന്ദ്രൻ ആകെ കട്ട കലിപ്പിൽ ദേഷ്യപ്പെട്ടിങ്ങനെ കട്ടിലിൽ ഓരോന്ന് ഓർത്തുകൊണ്ട് കിടക്കുമ്പോഴാണ് അവരങ്ങോട്ട് ചെല്ലുന്നത്. ഡോറെ തട്ടി അനുവാദം ചോദിച്ചിട്ടാട്ടോ അകത്തോട്ട് കയറി ചെല്ലുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, മുഖം കാണിക്കാൻ അകത്തോട്ട് കയറി വരാതിരുന്നത് നന്നായി, ഞാനിവിടെ സഹിക്കാവുന്നതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുവാണ്, ഇനിയും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും എന്നൊക്കെ പറയുക. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് ഒരിക്കലും
ഒരിക്കലും വൈജയന്തിയെ സപ്പോർട്ട് ചെയ്യാനല്ല, ബാലേന്ദ്രൻ്റെ ഒപ്പം നിൽക്കാനാണ് എന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പണി തന്ന അത്രത്തോളം മതി, ഇനി കൂടുതൽ ഇങ്ങോട്ട് പണിയാൻ വരണ്ട എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കുടുംബത്തിൻ്റെ ഒരു മൂലയിൽ ഒഴിഞ്ഞു മാറി കിടക്കുവാണ്, എന്നെ ചൊറിയാൻ വരരുത് എന്ന് നിങ്ങളുടെ പെങ്ങളോട് പറഞ്ഞേക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് കാണിച്ചു തരണോ എന്ന് ചോദിച്ചാൽ, തോക്ക് അവിടെ ഒരു റിവോൾവർ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കാണിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വെച്ച് ഞാൻ അവളെ കൊന്ന് തള്ളിയിരിക്കും. അന്ന് എനിക്ക് കാർഡിയാക് അറസ്റ്റ് വന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ പെങ്ങൾ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. അന്നേ ഞാൻ അവളെ തീർത്തേനെ. ഇനിയും എന്നെ ചൊറിയാൻ വരരുത് എന്ന് പറഞ്ഞേക്കണം. സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ബാലേന്ദ്രൻ്റെ വഴിക്ക് വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അലീനയോടും പറഞ്ഞിട്ടുണ്ട്, ഈ കുടുംബം ഇട്ടെറിഞ്ഞിട്ട് പോകരുത് എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവളോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, അലീന ആരാന്നറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞത് എന്ന്. അന്നേരം ഗംഗാധരൻ പറയും, അലീന ആരും ആയിക്കോട്ടെ, അവൾ ഈ കുടുംബത്തിന് വേണ്ടി നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ ഇനിയും പൊട്ടനാക്കാൻ ശ്രമിക്കരുത് എന്ന്. അന്നേരം ഗംഗാധരൻ പറയും, ഞങ്ങൾക്കൊന്നും അറിയണ്ട, ഇനി ഒന്നും അറിയാൻ ഞങ്ങൾ ശ്രമിക്കുന്നുമില്ല. ഏതായാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാലേന്ദ്രനും ഒന്ന് ക്ഷമിക്കണം, ഇതെല്ലാം ഒന്ന് തണുത്താറാനുള്ള സമയം കൊടുക്കണം എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പെങ്ങളെയാണ്, എന്നെ അല്ല എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അറിയാം ബാലേന്ദ്ര, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ സംശയിച്ച് നോക്കുക. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾ അവളെ അറിയിച്ചിട്ടില്ല, അല്ലാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചുട്ടു വെന്ത് മുറിവ് വന്നിരിക്കുന്ന ഒരു ഹൃദയമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനിയും എന്നെ ചൊറിയാൻ വരരുത് എന്ന് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം എന്ന് പറയും. എന്തായാലും അത്രയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങ് പോരുന്നു. അന്നേരം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ബാലേന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് അലീനയും 3 മക്കളെയും വിളിച്ചു നിർത്തി ഗംഗാധരൻ കാര്യങ്ങളൊക്കെ അവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്. അവരോട് പറയുവാണ്, ഈ കുടുംബത്തിൽ ഇപ്പം വലിയൊരു താളപ്പഴ സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത്തിരി വിവേകത്തോടു കൂടി പെരുമാറണം. ഇതെല്ലാം ഒന്ന് ആറി തണുത്ത് ശരിയാകാൻ സമയമെടുക്കും, അതുവരെ നിങ്ങളും വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവർക്ക്. കാരണം അലീനെ സപ്പോർട്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇതിപ്പം ഇവിടെ അമ്മയാണോ തെറ്റ് ചെയ്തത്, അച്ഛനാണോ തെറ്റ് ചെയ്തത് എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അച്ഛൻ്റെ മനസ്സിൽ അമ്മയെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ തന്നെ അച്ഛൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അതിന് ശരിയായ ഉത്തരം എനിക്ക് തരാൻ പറ്റില്ല എന്ന്. ഇതിനിടയ്ക്ക് ഭവതി ചോദിക്കുന്നുണ്ട്, അമ്മയോട് അടങ്ങിയിരിക്കാൻ പറയണം, അമ്മ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അച്ഛനും പറ്റുന്ന കാര്യങ്ങളല്ലേ, അച്ഛന് കുറച്ച് ക്ഷമിച്ചാൽ എന്താണ് എന്ന് ചോദിക്കുക. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അയാൾ ഇപ്പം വീണ് കിടക്കുവാണ്, തകർന്നു നിൽക്കുവാണ്, അയാളോട് ആ രീതിയിൽ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമൂളി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകണ്ട. അമ്മയോട് പറയുക അച്ഛനെ കുറച്ച് നാളത്തേക്ക് ഫ്രീ ആയിട്ട് വിടാൻ, അന്നേരം കാര്യങ്ങളെല്ലാം തന്നെ ശരിയായിക്കൊള്ളും. അലീനയുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്ന് പറയുമ്പം ഭവതി ചോദിക്കുന്നുണ്ട്, ഇവളെ പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഈ വീട്ടിലുള്ളൂ എന്ന്. അന്നേരം ഗംഗാധരൻ പറയും, അങ്ങനെയല്ല, അവൾ ഇവിടുന്ന് സ്വയം ഒഴിഞ്ഞു പോയാലും നിങ്ങളുടെ അമ്മ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവൾ ഇവിടുന്ന് പോകണം എന്ന് ബാലേന്ദ്രൻ തീരുമാനിക്കണം, അല്ലാതെ ഈ പ്രശ്നം ഇവിടെ തീരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉപദേശിക്കുന്നുണ്ട് അവരെ. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ഗംഗാധരനെ തൊണ്ട വരളു. എന്നിട്ട് അലീനയോട് പറയും, മോളെ ഇത്തിരി വെള്ളം എടുത്ത് തരാൻ. അന്നേരം അലീനെ വെള്ളം എടുത്ത് കൊടുക്കുന്നു. ഗംഗാധരൻ അത് കുടിക്കുകയൊക്കെ ചെയ്യുവാണ്. ഈ സമയം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രോഹിത്തിനെ ഇതൊന്നും. ഇതൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രമോയുണ്ട്. പ്രമോയിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ഇങ്ങനെ കമന്ന് കിടക്കുവാണ് കേട്ടോ വൈജയന്തി. അന്നേരം വൈജയന്തിയുടെ അടുത്ത് നിന്ന് ഭവതി കൃഷ്ണമോളോട് ചോദിക്കുവാണ്, അമ്മയ്ക്ക് ഞങ്ങളറിയാത്ത കുറേ സീക്രട്സ് ഒക്കെ ഉണ്ടല്ലേ എന്ന്. അത് കഴിഞ്ഞ് സങ്കടം കാരണം മുത്തശ്ശിയോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആ കഥകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലതെന്ന്. ഇത്രയും പ്രശ്നങ്ങൾ ഈ രീതിയിൽ നിൽക്കുന്നുണ്ടാകുന്നു തോന്നുന്നു. കൃഷ്ണമോള് പോലും പറയുന്നുണ്ട് ഭവതിയോട്, അല്ലെങ്കിൽ
ചേച്ചി ഇവിടുന്ന് പോയാൽ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അങ്ങനെ ആ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന്. അത് അവർ അലീനയോടും ബാക്കിയുള്ളവരോടും പറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. മുത്തശ്ശിയും പറയുവാണ് അലീനയോട് അവിടുന്ന് പോകുന്നതാ നല്ലത് എന്ന്. അന്നേരം അലീനയിൽ നിന്ന് കിട്ടുന്നത് പോകില്ല എന്നൊരു മറുപടിയാണ്. അന്നേരം മുത്തശ്ശി പറയുവാണ് നീയും ഒരുമിട്ട് തന്നെയാണോ എന്ന്. അന്നേരം ഞാൻ ഇവിടുന്ന് പോകണമെന്ന് മുത്തശ്ശിയും തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരു കുടുംബം നശിക്കാൻ നിൽക്കുമല്ലോ കുഞ്ഞെ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും മൊത്തത്തിൽ സംഘർഷഭരിതമാണ്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ടും കാണിച്ചത്.